യേശുവിനോടൊപ്പമുള്ള യാത്ര. ദൈവത്തെ കാത്തിരിക്കുന്ന ജീവിതം. യെശയ്യാവ് 40-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചും തളർന്നും പോകാതെ ജീവിതത്തിൽ മുന്നേറുവാൻ നാം ചെയ്യേണ്ടത് യഹോവയെ കാത്തിരിക്കുക എന്നതാണ്. തിരക്കുകൾക്കിടയിലും കർത്താവിനായി കാത്തിരിക്കുന്നതിലൂടെ നാം ബലം പ്രാപിക്കുന്നു. ഈ ലോക ജീവിതത്തിലെ വിചാരങ്ങളും ഭാരങ്ങളും നമ്മെ തളർത്തുമ്പോൾ വീണു പോകാതിരിക്കുവാൻ അനുദിനം ദൈവത്തിൽ നിന്നും പുതുശക്തി പ്രാപിച്ച് മുന്നേറേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ യഹോവയെ കാത്തിരിക്കുന്നവർ സ്വർഗീയമായ ഉയരങ്ങളിലേക്ക് ഓരോ ദിനവും മുന്നേറുന്നു. അവർ തളർന്നു പോകാതെ തങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നു. അവർ ക്ഷീണിച്ചു പോകാതെ വിശുദ്ധ വഴിയിൽ അനുദിനം നടക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവിനായി കാത്തിരിക്കാം. സങ്കീർത്തനം 40-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നമ്മുടെ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും നമ്മുടെ ഏക ആശ്രയം ദൈവം മാത്രമായിരിക്കണം. നാം കർത്താവിനായി കാത്തിരിക്കണം. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കും. നമ്മുടെ ഭാരങ്ങളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിനായി കാത്തിരിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നന്മയ്ക്കായി വ്യാപരിക്കുന്ന ഉത്തരം നൽകുക തന്നെ ചെയ്യും. സങ്കീർത്തനം 25-ാം അധ്യായം 3-ാം വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ് ശരിയായ തികഞ്ഞ സമയം. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. താഴ്മയോടും നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നാം കാത്തിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വീണ്ടും വരവിനായി ഒരുങ്ങി കാത്തിരിക്കാനും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നന്ദിയോടെ കർത്താവിനായി എപ്പോഴും കാത്തിരുന്ന് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിനോടൊപ്പമുള്ള യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന ജീവിതം നയിക്കണം എന്നതാണ്. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നത് വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശയോടെ അനുദിനം ജീവിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് അനുദിനം വഴി നടത്തുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അങ്ങയെ നോക്കി കാത്തിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തക്ക സമയത്ത് സകലവും ഭംഗിയായി പൂർത്തീകരിക്കുന്ന അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിച്ച് അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. ക്ഷമയോടെ അങ്ങേയ്ക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇതിൽ ഞങ്ങൾ വരുത്തിയ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.